എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. 4-ാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇംഗ്ലണ്ടിന് മുന്നിൽ പൊരുതിത്തോറ്റിരിക്കുകയാണ് ഇപ്പോൾ. 231 റൺസ് എന്ന ടാർഗറ്റ് ലക്ഷ്യമാക്കി ഇറങ്ങിയ ഇന്ത്യ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ തകർന്നടിയുകയായിരുന്നു. ഇന്ന് തുടക്കം മുതലേ ശരിക്കും ഇംഗ്ലണ്ട് ടീമിന്റെ ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇംഗ്ലണ്ട് നിരയിൽ ഒല്ലി പോപ്പ് 278 പന്തിൽ 196 റൺസ് നേടി ഇന്ത്യയെ ഞെട്ടിച്ചു. ഇംഗ്ലണ്ട് വാലറ്റത്തെ ബുംറ മുട്ടുകുത്തിച്ചപ്പോൾ ഇംഗ്ലണ്ട് 420 ഓൾ ഔട്ട് ആയി. ഇന്ത്യൻ ബൗളിംഗിൽ ബുംറ 4 വിക്കറ്റ് നേടിയപ്പോൾ അശ്വിന് 3-ഉം ജഡേജയ്ക്ക് 2-ഉം അക്സർ പട്ടേലിന് 1 വിക്കറ്റും ലഭിച്ചു. 230 എന്ന ടാർഗറ്റ് ലക്ഷ്യമാക്കി ഇറങ്ങിയ ഇന്ത്യ ആദ്യം മുതൽ അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രോഹിത്, ജയ്സ്വാൾ സഖ്യം ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ 11-ാം ഓവറിൽ 15 റൺസിൽ നിൽക്കെ വെടിക്കെട്ട് ഓപ്പണർ ജയ്സ്വാൾ മടങ്ങി. ഹാർട്ട്ലിക്കാണ് വിക്കറ്റ് ലഭിച്ചത്. തൊട്ടടുത്ത രണ്ടാം പന്തിൽ മോശം ഫോമിലുള്ള ഗില്ലും 0 റൺസ് നേടി പുറത്തായി. എന്നാൽ ക്യാപ്റ്റൻ രോഹിത്തും രാഹുലും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 21 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇന്ത്യൻ ഇന്നിംഗ്സിൽ വീണ്ടും പ്രഹരം ഏറ്റു. ഇത്തവണ 58 പന്തിൽ 39 റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത് ആണ് പുറത്തായത്. പിന്നീട് എത്തിയ അക്സർ പട്ടേൽ, രാഹുൽ സഖ്യം ഇന്ത്യയെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഹാർട്ട്ലി വീണ്ടും ഇന്ത്യയുടെ വില്ലനായി എത്തി. 17 റൺസ് നേടിയ അക്സർ പട്ടേലാണ് ഇത്തവണ പുറത്തായത്. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 95-4. പിന്നീടും തുടരെ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ പ്രതിസന്ധിയിലായി. 22 റൺസ് നേടി രാഹുൽ, 13 റൺസ് നേടിയ ശ്രേയസ് അയ്യർ, 2 റൺസ് നേടിയ ജഡേജ എന്നിവർക്കും ഇന്ത്യൻ ഇന്നിംഗ്സിൽ യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് വന്ന അശ്വിൻ, ഭരത് കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇരുവരെയും പുറത്താക്കാൻ ഇംഗ്ലണ്ട് ബൗളേഴ്സിന് സാധിച്ചു. പിന്നാലെ വന്ന ബുംറയും സിറാജും പൊരുതി നോക്കിയെങ്കിലും ഇരുവർക്കും അധികനേരം ക്രീസിൽ നിലയുറപ്പിക്കാൻ ആവാതെ വന്നതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇംഗ്ലണ്ടിന് മുന്നിൽ പൊരുതി തോൽക്കുകയായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഈ 4-ാം ദിവസം. ഗിൽ, ശ്രേയസ് തുടങ്ങിയ താരങ്ങളൊക്കെ ടെസ്റ്റിൽ വൻ ഫ്ലോപ്പ് ആണ്. ഒരുപക്ഷേ സഞ്ജു ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചേനെ. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.